അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നതാ ഇത്ര നേരം മഴയായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊരു മഴ. അപ്പോൾ ഒരു തണുപ്പ് പിടിക്കുന്ന അന്തരീക്ഷം കേട്ടോ, കാറ്റും ഉണ്ട്, അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. അതാ ഞാൻ ചായ കുടിക്കാം കേട്ടോ, കുറച്ച് നേരം കിടന്നു, കട്ടൻ ചായ. നല്ലൊരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കിടന്നു വെച്ചു. ഇപ്പം നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ലീവല്ലേ. പിന്നെ വലിയ പണിയാണെന്ന് വെച്ചാൽ ഇനി വൈകുന്നേരത്തേക്ക് വെക്കണം കേട്ടോ, ചോറും കറിയൊക്കെ വെക്കണം. അപ്പം ഇന്ന് നമുക്കൊരു വിരുന്നേരം കൂടെ ഉണ്ട് കേട്ടോ. വിരുന്നേരം വെച്ചാൽ ചിന്നുമോൾ, ഏട്ടൻ്റെ മോളാണ്. അവളിപ്പം ഇനിയിപ്പോൾ നാളെ ലീവല്ലേ. അപ്പം ഇന്ന് രാവിലെ വന്നിട്ടൊന്ന് ലീവ് എടുത്തിട്ടുണ്ട്, അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഇനി വൈകുന്നേരം നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടാക്കണം. തറവാട്ടിൽ പോയിട്ട് നമുക്ക് അച്ഛനെ കൊണ്ടുവരണം, എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ടാക്കാമെന്നൊക്കെ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ടില്ലേ, വരാറില്ല, പോയി വെക്കണം. ചാച്ചനെങ്ങനെ വെച്ചിട്ടാണ് നമ്മളവിടെ കിടക്കാനും ഇതിനൊക്കെ. അച്ഛനെ വയസ്സായവർക്ക് അങ്ങനെയല്ലേ, അവർക്ക് അവരുടെ വീട് വിട്ടിട്ട് അവരെങ്ങോട്ടും അങ്ങനെ പോയി നിൽക്കില്ലല്ലോ. അപ്പോൾ കൊണ്ടുവരണം വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നുമോളും അമ്മവും കിടക്കുന്നേ, അമ്മൂന് വലിയ സുഖമല്ല, അപ്പില്ല അവിടെ. അപ്പം ഇനി ചായയൊക്കെ കുടിക്കട്ടെ, പിന്നെ വൈകുന്നേരത്തെ സ്പെഷ്യൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഇനി ആദ്യം നമ്മൾ പണികൾ തുടങ്ങാം കേട്ടോ. ആദ്യം നമുക്ക് പാത്രം കഴുകൽ അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം. തിരുമ്പൽ ഇനി ഇന്നില്ല കേട്ടോ, തിരുമ്പൽ ഇനി നാളെ ഉള്ളൂ. നാളെ രാവിലെ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേഗമാവുമല്ലോ. നമ്മളവിടുത്തെ പാത്രം കഴുകലും ഒക്കെ പഴം നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ കൊടുത്തിട്ടോ. ഇത്രയേ ഉള്ളൂ, എന്താ കുറച്ചുള്ളൂ, കാണാണ്ട വെച്ചിട്ട് നമുക്ക് ഉണ്ണിപ്പൊക്കെ ഉണ്ടാക്കി അടിപൊളി കേട്ടോ. ഇവിടെ ഇങ്ങനെ തുറന്ന് വെച്ചാൽ എന്താ പറയുക, പക്ഷികൾ നല്ല പോലെ വരുന്നുണ്ട്, അവർ കുത്തിക്കൊണ്ടുപോകും. അപ്പം അങ്ങനെ വെച്ചതാ. അപ്പം ഇനി പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പാത്രങ്ങൾ കഴുകുകയും ചെയ്യുക, വിശപ്പ് എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാം. ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കുകയും ചെയ്യുക, എന്നിട്ട് കഴിക്കുകയും ചെയ്യുക. ഇനി പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ തന്നെ കിട്ടിയത്. മറ്റേ നമുക്ക് ആദ്യം ഇങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ ആ റൂമിലായിരുന്നു വെച്ചിരുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ആർക്കും ഒരു ശല്യമല്ല. അപ്പോൾ പണികളൊക്കെ തുടങ്ങട്ടെ. അമ്മൂന് വയറുവേദന കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ അമ്മൂട്ടിൻ്റെ പണികളൊക്കെ ഒരുക്കും കേട്ടോ. എന്നിപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങൾ കഴുകുക, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവളെന്നെ ചെയ്യും. ഇനിയിപ്പോൾ മറ്റന്നാ ക്ലാസ് ഉണ്ടാവും തിങ്കളാഴ്ച, അപ്പോഴേക്കൊക്കെ ശരിയാവും. അങ്ങനെയുള്ളത് തന്നെയാണ് വയറുവേദന കാര്യമൊക്കെ. അപ്പം ഇതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ വേഗം. ഇന്നത്തെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇതാട്ടോ. കാണുമ്പോൾ ആകെ തോന്നില്ലേ, കർക്കിടക മാസമല്ലേ, അപ്പോൾ നാടൻ കോഴീനെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കലുണ്ട് കേട്ടോ. അപ്പം വരെ പിടിച്ചു, പിന്നെ എന്തെങ്കിലും പിടിക്കാൻ കിട്ടലെന്ന് വേഗം വന്നു എൻ്റെ അടുത്തേക്ക്. നമ്മളുണ്ടാക്കുമ്പോൾ സങ്കടം വിചാരിച്ചൊന്നും കാര്യമില്ല, നമുക്കും വേണ്ടേ അല്ലേ. പിന്നെ ഇവിടെ ആരും കൊല്ലുന്നില്ല കേട്ടോ, നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കുകയും കൊടുത്തിട്ട് നമുക്ക് കറിയിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വയസ്സായതല്ലേ, അതൊക്കെ ഒരു പൂതി ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊണ്ടുവച്ചിട്ടോ. കോഴീനെ കടയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നു കേട്ടോ. സങ്കടമൊക്കെ ആദ്യം ഞാൻ എല്ലാം കരയായിരുന്നു കേട്ടോ, കാരണം ഇടങ്ങാറായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിലും 10-800 രൂപ കൊടുക്കണം. അപ്പോൾ കൊണ്ടുവന്നു. പിന്നെന്താ വെച്ചിട്ട് ആ അമ്മൂട്ടി ഇവിടെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അമ്മൂന് ചിക്കൻ കുറച്ച് മേടിച്ചു, ചിക്കൻ മേടിച്ചെന്നു. അതിന് വേറെ ഉണ്ടാക്കണം. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യണം എന്നറിയോ, ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ വെക്കില്ലേ, പണ്ടൊക്കെ വെക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് മുക്കിയിട്ട് അതിൻ്റെ തൂവലൊക്കെ പറിച്ച് സെറ്റാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്ത് നിന്ന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ
ചൂടുള്ള ചോറും ഒക്കെ ചൂടുള്ളതാട്ടോ. അപ്പം ഇനി വെള്ളം തിളച്ചിട്ട് നമുക്ക് കോഴിനെടുത്ത് മുക്കിയിട്ട് ഇതാക്കടെ കാണിക്കാം. ലൈറ്റ് പണ്ടൊക്കെ നമ്മളിങ്ങനെയല്ല ഉണ്ടാക്കിയത്. നാടൻ കോഴിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം നല്ലോണം ചൂടാക്കി ഇതിലേക്ക് ഒഴിക്കാച്ചിട്ടാണ്. വെള്ളം ചൂടായിട്ട് വെള്ളം കൂടെ ഒന്ന് ആവട്ടെ വെച്ചിട്ടാണ്. ചോറും കൂടെ ആവാൻ ഓക്കെ. വെള്ളം ചൂടായിട്ടുണ്ട്. ചോറ് കുറച്ചും കൂടെ ആവണ്ട. അപ്പം അതിലേക്ക് തന്നെ വെക്കാച്ചിട്ടേ. ഈ കോഴീനൊക്കെ അതിൽ നന്നാക്കണ കാണിക്കാൻ പറ്റുമോ അറിയില്ല കേട്ടോ. കാണിക്കാൻ പറ്റുമോ? ഞാൻ കാണിക്കാൻ പറ്റൂടി. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനേ ഇത് കുറച്ച് പണിയുള്ളതാട്ടോ. അപ്പം ഞാനിത് നേരെ ആക്കിയിട്ട് കാണിക്കാം. തൊലിയൊക്കെ പഴിച്ച് നേരെയാക്കട്ടെ. അടുത്ത പരിപാടി ഇങ്ങനെ കേട്ടോ. ഇതൊക്കെ പണ്ടുള്ളവർക്കൊന്നും അറിയില്ല. പണ്ടുള്ളവർ ചെയ്യുന്ന നമ്മൾ ആ നേരൊക്കെ കൊഴില്ലേ അതിൻ്റെ ചെറിയ ചെറിയ രോമൊക്കെ കരിഞ്ഞു പോകും. ചെറിയ രോമൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞു അവിടെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ഉമ്മർത്തിട്ടോ. അല്ലാണ്ട് വഴുകാണ്ട് വേഗം ഉണ്ടാക്കണം. അമ്മുട്ടിക്ക് മേടിച്ച് ചിക്കൻ ഉണ്ടാക്കണം, കറി വെക്കണം. കടയിൽ നിന്ന് നേരേക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ നമ്മളിതിൻ്റെ നാടൻ കോഴിയുടെ തൊലിയില്ലേ അത് കളഞ്ഞ രസം ഉണ്ടാവില്ല. എന്താ ഇനി ഇതിനെ കഷ്ണാക്കിയിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് നോക്കി കഷ്ണാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇതിന് ഇവിടെ വേണ്ടല്ലോ. ഇവിടെ നിന്ന് കളയല്ലേ അറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ശരിയൊക്കെയാണ്. ഇനി ഇതിനുള്ളൊരു കയ്പ്പുണ്ട്. ആ കയ്പ്പ് പൊട്ടാതെ വേണം നമ്മളത് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കി നോക്കട്ടെ. ഞാനിതൊക്കെ ഇനി ഉണ്ടാക്കിയിട്ട് കഴുകി നുറുക്കിയിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ സംഭവം ഇങ്ങനെ ആയിട്ടാ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചതച്ചെടുക്കാം. അതിലേക്ക് വേണ്ട മസാല ചുമന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അത് ചതച്ചെടുക്കണം. കഴുകി വെച്ചതാണ്. ജലദോഷം പിടിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകണം. ഇനി ഇതിലേക്ക് നാടൻ കോഴി വയ്ക്കുമ്പോൾ നമ്മളതിൽ കൂട്ടുക ചെറിയ ജീരകല്ലേ, ചെറിയ ജീരകം. അപ്പോഴാണ് അതിന് നല്ലൊരു മണം കിട്ടുക. പിന്നെ നമ്മുടെ കുരുമുളകില്ലേ നമ്മളെ നേരെ കഴുകി ഉണക്കി വെച്ചതാണ്. എടുത്തിട്ട് കുറച്ച് കുരുമുളക് എന്നിട്ടത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. ഉണ്ടോ ഇനി നമുക്ക് ഇടാം. കൂക്കല്ലേ ഞാൻ മുട്ട പറയാൻ നോക്കിയാണ് കേട്ടോ. ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചിട്ടാ കുരുമുളകിൻ്റെ എരിവുണ്ടല്ലോ. അപ്പം കുറച്ച് മുളക്. പിന്നെ വേണ്ടത് നമ്മുടെ ഉലുവ. ഉലുവ കുറച്ച് കൂടുതൽ അത് വേവുമ്പോൾ. പിന്നെ നമ്മൾ വറുത്തിട്ട് പൊടിച്ച് വെച്ച മല്ലി അത്
പണ്ടൊക്കെ നാടൻ ഇത് അരച്ച് വെക്കുന്നു പൊടി, മല്ലി വറുത്താണെങ്കിൽ. അപ്പം കുറച്ച് വെള്ളം എടുക്കട്ടെ കേട്ടോ. എന്താ അറിയോ, കല്ലുപ്പുണ്ട്, പൊടിപ്പ് മതി. ഉപ്പ് ഒരു പ്രാവശ്യത്തേക്ക് തന്നെ അത് മതി. ഇനി നമുക്ക് ഈ മരുന്നല്ലേ, കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ, അതൊക്കെ അതിലേക്കിട്ട് ഒക്കെ തന്നെ നമ്മളാ നാടൻ വെപ്പിൻ്റെ മണല്ലേ, ജീരകത്തിൻ്റെ ഒക്കെ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കഴുകി നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴക്കേട്ടത് കാണിക്കുന്നു. നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ടു. വെള്ളം ആവശ്യത്തിന് കേട്ടോ, കുറച്ചുകൂടെ കറിയായിട്ടല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് വേണ്ട കുറച്ചും കൂടെ ഒഴിക്കാം. മറ്റേ കോഴിയാണെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവും, പക്ഷെ നല്ലാണ്ട് വെള്ളം നാടൻ കോഴി. ഇനി നമ്മളത് മറ്റേതിൻ്റെ അടപ്പന്തേ നമുക്കതേ നല്ല അടച്ചിട്ട് ഒരു 4-5 വയസ്സിൽ ലൈറ്റർ അവിടെ ഒരു മിനിറ്റ്, ലൈറ്റർ അവിടെ ഉണ്ടോ? ലൈറ്റർ എടുക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ അടുപ്പത്ത് വെച്ചുട്ടോ. ഇനി ഒരു 4 വിസിലാവട്ടെ. അപ്പോൾ നമുക്ക് അമ്മൂന് ചിക്കൻ കടയിൽ നിന്ന് മേടിച്ച ചിക്കല്ലേ, അതിൻ്റെ ഒരു കറി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് വേവട്ടെ. നമ്മൾ 4 വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഉള്ളി, വലിയുള്ളിയാണ് ആക്കിയത്, ചെറുള്ളി അതിൽ അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി വലിയുള്ളി ഇട്ടിട്ടേ നല്ലോണം വെളിച്ചെണ്ണയിലാണ് കേട്ടോ, ഓയിലാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറും. അപ്പം ഇനി നല്ലപോലെ കളർ മാറുന്ന വരെ നല്ലപോലെ വഴറ്റിയിട്ട് അമ്മൂനുള്ള കറി കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പപ്പടം കാച്ചും, പപ്പടം നാടൻ കോഴിക്കറി പപ്പടം കാച്ചതും പോകും. നമ്മളെ പണ്ടത്തെ ഒരു വൈബാണ് കേട്ടത്, അടിപൊളി ടേസ്റ്റ്. അങ്ങനെ കഴിക്കാൻ അത് വേറെ ഉപ്പേരി അങ്ങനെ വരകളൊന്നും വേണമെന്നില്ല, ഇതെല്ലാം നല്ല രസമാണ്. ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ഇതുണ്ടോ നല്ല ചുമക്കനെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലിടാം. എന്നിട്ട് നാടൻ കോഴി കറിവേപ്പിലുള്ള തക്കാളി കൂട്ടില്ല കേട്ടോ. പണ്ടൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മൾ ചിക്കനൊക്കെ കടയിൽ നിന്ന് കഴിക്കാനൊക്കെ വെച്ചിട്ടുണ്ടോ? ചിക്കനൊക്കെ നല്ല പോലെ വന്ന് നെയ്യ് വന്നിട്ട് മെയിനെ കിട്ടിയിട്ട് ഇനി അതിനെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കുടിക്കിട്ടാം. നമുക്ക് ഉപ്പൊക്കെ റെഡിയാണോ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകം അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഒക്കെ പാകി ഇതുണ്ടല്ലോ, ഇതിൽ കിടന്നിട്ട് വെള്ളം ഒന്നും ഇവിടെ വറ്റില്ല. അത് നമുക്ക് പാകം. അപ്പോൾ നിങ്ങൾ ചോറുണ്ട് കേട്ടോ. നല്ല നാടൻ കോഴിക്കറി, അതുപോലെ പപ്പടം, പിന്നെ നമ്മൾ കടുമാങ്ങാച്ചാറുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.